പ്രിയ വിദ്യാർത്ഥികളെ, എൻ്റെ പേര് സെന്ത്. ഞാനൊരു കഴിഞ്ഞ 22 വർഷക്കാലമായിട്ട് വിദ്യാർത്ഥികളുമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ഞാൻ ഒരു 1-to-1 ഗൈഡൻസ് അല്ലെങ്കിൽ 1-to-1 മെൻറ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ കുറച്ച് കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കമ്പനി മെൻറ്റർഷിപ്പാണ് ഞാൻ ചെയ്തുകൊണ്ട് വരുന്നത് കുറച്ച് കാലമായിട്ട്. ഇന്ന് ഞാനിവിടെ നിൽക്കാൻ കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ട ഒരു ചെറിയ ടിപ്സ് തരിക, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ടോപ്പേഴ്സ് എങ്ങനെയാണ് എക്സാംസ് ക്രാക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതായത് ടോപ്പേഴ്സ് 10 എഫക്റ്റീവ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. എന്താണ് ഈ 10 എഫക്റ്റീവ് സ്ട്രാറ്റജി? നമുക്ക് PSC എക്സാം പോലുള്ള പരീക്ഷകൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, PSC അല്ലെങ്കിൽ UPSC. ഇപ്പോൾ നമുക്ക് PSCയുടെ കാര്യം തന്നെ എടുക്കാം. PSC എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു 10 ടിപ്സ് അല്ലെങ്കിൽ 10 മെത്തേഡ് അല്ലെങ്കിൽ ഒരു സജസ്റ്റഡ് വേ ഓഫ് ലേണിംഗ് എന്നുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിന് കിടക്കുന്നതിന് മുന്നേ എന്താണ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയും? ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം മെയിൻലി വർക്ക് ചെയ്യുന്നത് 5 പ്രിൻസിപ്പൾസിൻ്റെ പുറത്ത്. ആദ്യം അതിനൊരു ലക്ഷ്യം ഉണ്ടാവണം, അതിനൊരു ആക്ഷൻ പ്ലാൻ വേണം, അതിന് അനാലിസിസ് വേണം, അതുപോലെ നമുക്ക് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റണം, പിന്നെ നമുക്ക് അസസ്മെൻറ്റിലോട്ട് വരും. എന്താണ് ഈ ഒരു 5 പോയിൻ്റ്? എപ്പോഴും നമുക്കൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് കണക്റ്റഡാണ്. നമ്മൾ ഏതൊരു കാര്യം പഠിക്കാനെടുത്താൽ ഈ 5 പോയിൻറ്റും കണക്റ്റഡാണ്. അതിൽ നിന്നുകൊണ്ട് നമുക്ക് നോക്കാം, ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏത് തരത്തിലുള്ള മെത്തേഡ് യൂസ് ചെയ്യണം, എങ്ങനെ പഠിക്കണം, ഏത് രീതിക്ക് നമ്മുടെ അസസ്മെൻറ്റ് പോകണം, എങ്ങനെ അനാലിസിസ് ചെയ്യണം എന്നുള്ളത് നോക്കാം. എന്താ കോമ്പറ്റേറ്റീവ് എക്സാം? ഇപ്പോൾ കൂടുതലായിട്ട് കോമ്പറ്റേറ്റീവ്, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഇപ്പോൾ കോമ്പറ്റേറ്റീവ്. കാര്യം എന്തുവാ? ഒരുപാട് ആപ്ലിക്കൻസ് നമുക്ക് വരുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാവട്ടെ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആവട്ടെ, ഇത്തരത്തിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഇപ്പോൾ PSCക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങി. മുമ്പ് ഡിഗ്രിക്കാർ മാത്രം നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും നോക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും കോമ്പറ്റീഷൻ കൂടി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇതിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാസ്റ്റാണ്. അതായത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. ഒരു എന്നാ പറഞ്ഞാൽ ഹിസ്റ്ററി ആവട്ടെ, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ റീസണിങ് ടോപ്പിക്സ് ആവട്ടെ, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ. അങ്ങനെ വരുമ്പോഴത്തേക്കും ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കിട്ടാണ്ട് വരുന്നു. നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല, പരീക്ഷ എഴുതുമ്പോഴത്തേക്കും സമയം തികയുന്നില്ല. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു പ്രൂവനായിട്ട് നമുക്ക് പഠിച്ചിറങ്ങാം, പഠിച്ച് നല്ലൊരു വിജയത്തിലെത്താം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുക. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ആ നോട്ടിഫിക്കേഷൻ വൃത്തിക്ക് വായിക്കുക. വായിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ഏതൊക്കെ സിലബസ് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കാം. അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിലബസിനെ നമ്മൾ സബ്ജക്ട്സ് ആയിട്ടും ടോപ്പിക്സ് ആയിട്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വെയിറ്റേജ് എങ്ങനെയാണ്, മുൻപ് കാലങ്ങളിൽ പരീക്ഷ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഓരോ പരീക്ഷയുടെയും വെയിറ്റേജ് എങ്ങനെയാണ്, മാർക്ക് അടിസ്ഥാനം എങ്ങനെയായിരുന്നു, ആ പരീക്ഷയ്ക്കകത്തുള്ള സബ്ജക്ട് ടോപ്പിക്സിൻ്റെ വെയിറ്റേജ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ആദ്യം സെറ്റ് ചെയ്യണം. ഇത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, ഞാനിപ്പോൾ SBCID എഴുതാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ LDC എഴുതാൻ പോകുന്നു, അല്ലെങ്കിൽ KS എഴുതാൻ പോകുന്നു, ഏത് പരീക്ഷ ആകട്ടെ, അപ്പോൾ ഇതിനെ നമുക്കൊരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഏത് രീതിക്ക് തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ എന്നാ ചെയ്യുന്നു, രണ്ടാമത്തെ ഒരു മെത്തേഡിൽ നമുക്ക് അതിനൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാം. അതായത് ഒരു സബ്ജക്റ്റിന് ഞാൻ ഇത്ര സമയം മാറ്റി വെക്കും, ആ സമയത്തിനകത്ത് എനിക്ക് റിവിഷൻ നടക്കുന്നുണ്ടോ, റിവിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള റിവിഷൻ സ്ലോട്ട്സും നമുക്ക് ഉണ്ടാക്കും. പിന്നെ ആഴ്ചയ്ക്ക് നമ്മൾ ഈ പഠിച്ച സബ്ജക്ട്സിൻ്റെ ടെസ്റ്റ് സീരീസ് എന്തെങ്കിലും ഉണ്ടോ, ആ ടെസ്റ്റുകൾ നമ്മൾ നോക്കണം. എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിക്ക് പരീക്ഷകൾ എഴുതാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ ഒരു സെഗ്മെൻറ്റിൽ നോക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? ആദ്യം ആ സബ്ജക്റ്റ് എടുത്ത് സബ്ജക്റ്റിനകത്ത് ഒരു ടൈം അലോക്കേറ്റ് ചെയ്യുക. ടൈം അലോക്കേറ്റ് ചെയ്തതിന് ശേഷം അതിന് റിവിഷന് വേണ്ടിയിട്ടൊരു സമയം മാറ്റി വെക്കുക. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പരീക്ഷകൾ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ നമുക്ക് എവിടെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് കാര്യം പഠിച്ചു തുടങ്ങിയാലും നമുക്ക് ഫൗണ്ടേഷൻ അറിയണം അല്ലേ, ബേസിക്സ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ബേസിക്സ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പോൾ PSCയെ സംബന്ധിച്ചിടത്തോളം NCERT SCERT ടെക്സ്റ്റ് ബുക്സിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. NCERT അല്ലെങ്കിൽ SCERT എന്ന് പറയുമ്പം നമുക്ക് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിഷയങ്ങൾ അതിനകത്ത് കവറാവും. അതിൽ നിന്ന് നമ്മൾ കൺസെപ്റ്റുകൾ ക്ലാരിഫൈ ചെയ്തെടുക്കുക. കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബേസിക് കൺസെപ്റ്റ്സ്,
എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്തെടുക്കുക ഓരോ സബ്ജക്ട് ടോപ്പിക്കിൻ്റെ പുറത്ത്. അതിനുശേഷം വിൽ ഗോ ടു ദ മെത്തേഡ് 4. ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് റെഫറൻസ് ടോപ്പിക്സ് ഒക്കെ എടുത്തു വെച്ചു. ഇപ്പോൾ ബുക്സ് വേണം. ബുക്സ് നമ്മളെല്ലാവരും ചെയ്യാറുള്ളത് എന്താ, ഒത്തിരി ബുക്സ് റെഫർ ചെയ്യാനായിട്ടിട്ട് ഈ ഒത്തിരി ബുക്സ് റെഫർ ചെയ്യാൻ എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അടിക്കാൻ പോകുന്ന കൺഫ്യൂഷനാണ്. പല ബുക്കുകളിൽ പല രീതിക്കായിരിക്കും എഴുതിയിരിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച്, അല്ലേ? അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോമിനൻ്റ് ആയിട്ടുള്ള ബുക്കുകൾ, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോമിനൻ്റ് ബുക്കുകൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ആ ഒരൊറ്റ ബുക്ക് മാത്രം നിങ്ങൾ എക്സാമിന് റെഫറൻസ് ആയിട്ട് കീപ്പ് ചെയ്യുക. എല്ലാ ബുക്സും വെക്കരുത്. ഓക്കെ, അടുത്ത എക്സാംസിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന്. കറണ്ട് അഫയേഴ്സ് നമുക്ക് എല്ലാ ബുക്കിലും കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുക്കിൽ ലിമിറ്റഡാണ്. പക്ഷേ പുതിയതായിട്ട് വരുന്ന കറണ്ട് അഫയേഴ്സ് കിട്ടുമോ? ഇല്ല. പല ബുക്കുകളും പല ഇത്ര വർഷത്തെ കറണ്ട് അഫയേഴ്സ് ഇറക്കും, പുതിയ കറണ്ട് അഫയേഴ്സ് കിട്ടത്തില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് റീഡ് ചെയ്യുക. ആ റീഡ് ചെയ്ത കണ്ടൻറ്റ് നിങ്ങൾ ബുക്കിലോട്ട് എഴുതി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഫറൻസിന് വേണ്ടി കീപ്പ് ചെയ്ത് വെക്കുക. ഒന്ന്. പിന്നെ നിലവിൽ കിട്ടുന്ന ഒത്തിരി സൈറ്റിൽ അവൈലബിൾ ആണ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്യാപ്സ്യൂൾസ് അവൈലബിൾ ആണ്. ആ ക്യാപ്സ്യൂൾസ് നിങ്ങൾ റെഫർ ചെയ്യുക ഡെയിലി ബേസിസിൽ. അന്നുള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തിരുന്ന സൈറ്റുകളുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്തരം ഞാൻ അപ്ലൈ ചെയ്ത പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5 മുതൽ 10 അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ 15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് ഏതൊക്കെ ടോപ്പിക്സ് വന്നിട്ടുണ്ട്, ഏതൊക്കെയാണ് റെക്കറിങ് ടോപ്പിക്സ് എന്ന് പറയുന്നത്, അതെല്ലാം നമ്മളൊന്ന് റെഫർ ചെയ്ത് PSCയുടെ ആ പരീക്ഷ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ്റെ പാറ്റേൺസ് മനസ്സിലാക്കുക. ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ വന്നേക്കുന്നത്, 1-2 തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വരുന്ന ടോപ്പിക്സിനകത്ത് ഒരു ആ സബ്ജക്റ്റിൽ നിന്ന് ഏത് ഏരിയയിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്, ആ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എങ്കിലേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ എന്താണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണമേ ഞാൻ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വരത്തുള്ളൂ. ഇത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ആപ്ലിക്കേഷനാണ്, അല്ലേ? ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് മോക്ക് ടെസ്റ്റുകൾ കൂടുതലായിട്ട് ചെയ്യണം. മോക്ക് ടെസ്റ്റ് എത്ര എഴുതാൻ പറ്റുമോ അത്ര എഴുതുക. വീക്കിലി ആവട്ടെ, മന്ത്ലി ആവട്ടെ, ഇനി സബ്ജക്ട് വൈസ് മോക്ക് ടെസ്റ്റ് ആവട്ടെ, ഇതെല്ലാം എഴുതിയിട്ട് ആ ടെസ്റ്റുകൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഏത് ഏരിയയിലാണ് എക്സാക്ട്ലി വീക്കായിട്ടിരിക്കുന്നത്. നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ആ ഏരിയയിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും സബ്ജക്ട് വൈസ് നോളേജ് നിങ്ങൾ പക്കയാവും. ഓക്കെ, ഇനി ഇതിനെല്ലാം ബേസിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തിനും റിവിഷൻ വേണം, അല്ലേ? ഞാൻ 24 മണിക്കൂർ പഠിക്കുന്നു, അല്ലെങ്കിൽ 100 മണിക്കൂർ പഠിക്കുന്നു ഇന്നൊരു പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കോഴ്സ് പഠിച്ചാൽ മാത്രം പോരാ, നമുക്ക് അപ്ഡേഷൻ വേണമെങ്കിൽ നമ്മൾ ഈ സബ്ജക്ട്സ് എല്ലാം റിവൈസ് ചെയ്യാനായിട്ട് ആഴ്ചയ്ക്കോ അല്ലെങ്കിൽ നമ്മൾ മന്ത്ലിയോ നമുക്ക് റിവൈസ് ചെയ്ത് തുടങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ പഠിച്ച കാര്യങ്ങൾ നാളെ രാവിലെ അടുത്ത ആ സബ്ജക്റ്റ് വേറൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ അതേ സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങുന്നതിന് മുന്നെയോ നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. അതിനൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ആദ്യമൊക്കെ എടുക്കുമായിരിക്കും. പിന്നീട് അത് റിവൈസ് ചെയ്ത് വരാനായിട്ട് ഈ 10 മിനിറ്റ് മതി. 10 പേപ്പർ ആയാലും 20 പേപ്പർ ആയാലും നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യും. ഓക്കെ, പിന്നെ ഉള്ളത് വീക്ക്ലി റിവിഷൻ ചെയ്യുക. അതുപോലെ തന്നെ മന്ത്ലി റിവിഷൻസും നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആ റിവിഷൻ സ്ട്രാറ്റജിയിൽ നിങ്ങളുടെ സബ്ജക്ട്സ് തറവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു അങ്ങ് വിട്ടു, നമുക്ക് പിന്നെ ഓർമ്മ കാണില്ല. പരീക്ഷയുടെ തലേന്ന് നമ്മൾ വീണ്ടും എടുത്ത് റിവൈസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ റിവൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷയുടെ ടെൻഷൻസ് കയറിക്കൊണ്ടിരിക്കും. പരീക്ഷാ സമയത്ത് നമുക്ക് പാടില്ലാത്തൊരു കാര്യം. ഓക്കെ, 9ാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പരീക്ഷയുടെ സമയം മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സമയം മാനേജ് ചെയ്യാൻ പറ്റുന്നത്? നമുക്കൊരു 1.5 മണിക്കൂറും ഉണ്ട്, ഒരു 100 ക്വസ്റ്റ്യനും ഉണ്ട്, നമുക്കിത് ക്ലിയർ ചെയ്യണം. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ. എത്ര മോക്ക് ടെസ്റ്റ് എഴുതുന്നോ ആ മോക്ക് ടെസ്റ്റുകൾ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് അറ്റൻഡ് ചെയ്യും. അന്നേരം നമുക്കൊരു ടൈം അറിയാൻ പറ്റും. ടൈം എത്ര സമയം കൊണ്ട് ഞാൻ എഴുതി തീർക്കുന്നു, എത്ര സമയം പിടിക്കുന്നു. എങ്ങനെ പോയാലും 100 ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു 80 മിനിറ്റിനകത്ത് നിർത്തിക്കൊണ്ട് എഴുതാൻ നോക്കണം. ഈ 80 മിനിറ്റിനകത്ത് എഴുതുമ്പോഴത്തേക്കും കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു മെത്തേഡിൽ
നിങ്ങൾക്ക് മനസ്സിലാവും ഈ 80 മിനിറ്റിന് ശേഷം ബാക്കിയുള്ള 10 മിനിറ്റ്, ആദ്യത്തെ 80 മിനിറ്റ്, ആ 80 മിനിറ്റിന് ശേഷം ബാക്കി ഒരു 10 മിനിറ്റ് കിട്ടും. ആ 10 മിനിറ്റിൽ നിങ്ങൾക്ക് ഇതൊരു ഒന്നുകൂടി റീക്യാപ്പ് ചെയ്ത് നോക്കാനുള്ള ഒരു സമയം കിട്ടും. ഓക്കെ, 10ാമത്തെ മെത്തേഡ് എന്ന് പറയണത് നമ്മുടെ ഹെൽത്ത് റിലേറ്റ് ചെയ്തുള്ളതാണ്. എക്സാക്ട്ലി എല്ലാവരും പഠിക്കും, രാത്രി ഇരുന്ന് പഠിക്കും, രാവിലെ ഇരുന്ന് പഠിക്കും, ക്ലാസ് നോർമൽ ക്ലാസ്സിന് പോകും, തിരിച്ചു വന്ന് പഠിക്കും. എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 6 to 7 hours നമുക്ക് സ്ലീപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സ് വർദ്ധിക്കുകയും അത് പരീക്ഷ എഴുതുന്ന നമ്മളെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അത്തരത്തിലുള്ള കാര്യം വരാതിരിക്കാനായിട്ട് നെസസറി സ്ലീപ്പ് നമ്മൾ കൊടുക്കണം. നമ്മളെ എങ്ങനെയായാലും നമുക്ക് ഉറങ്ങാം, നന്നായിട്ടൊന്ന് ഉറങ്ങി എണീക്കണം. ഓക്കെ, അടുത്ത മോട്ടിവേറ്റഡ് വീഡിയോസ് ഇൻ ദ സെൻസ് എക്സാംസ് റിലേറ്റ് ചെയ്ത് എങ്ങനെ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാം, എങ്ങനെ പഠിക്കാം, ഏത് രീതിക്ക് പഠിക്കാം, എന്തൊക്കെ തരത്തിലുള്ള മോട്ടിവേഷൻസ് കിട്ടുമോ അത്തരത്തിലുള്ള മോട്ടിവേഷൻ വീഡിയോസ് അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വീഡിയോസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതിനെല്ലാം പുറമെ ഒരു ബോണസ് ടിപ്പ് എന്ന് പറയുന്നത് കഴിയുന്നതും പഠിക്കുമ്പോൾ പിയർ ഗ്രൂപ്പ് ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ കൂടെ ഉള്ളവരുമായിട്ട് ചേർന്ന് കമ്പൈൻ സ്റ്റഡി പോലത്തെ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പുകൾ പോലുള്ള ഗ്രൂപ്പുകൾ, സ്റ്റഡി ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. ഇതെല്ലാം ചെയ്യുക. എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം പഠിച്ച് തീർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ 1-to-1 മെൻറ്റർഷിപ്പ് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്ത് ആ കോച്ചിങ് സെൻറ്ററിൽ പഠിക്കുക എന്നുള്ളതാണ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അവർക്കറിയാം ഇതിൽ എന്താണ് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ നിങ്ങളെ കൊണ്ട് എക്സാംസ് പാസ്സാക്കാൻ പറ്റും, എത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് തറവായിട്ട് പഠിപ്പിച്ച് തരാൻ പറ്റും എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. കോമൺ മിസ്റ്റേക്സ് ദാറ്റ് വി ഡു. എന്താണ് നമ്മുടെ കോമൺ മിസ്റ്റേക്സ്? നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടു, 5 മിനിറ്റ് കേട്ടു, 10 മിനിറ്റ് കേട്ടു, ഇറ്റ്സ് ഗുഡ്. പക്ഷേ നമ്മൾ ഇപ്പോഴും ചെയ്യുന്ന കുറേ പരിപാടികളുണ്ട്. നമ്മൾ സിലബസ് ഇഗ്നോർ ചെയ്യും, അല്ലെങ്കിൽ ഒത്തിരി ബുക്കുകൾ വായിക്കും, റിവിഷൻ അല്ലെങ്കിൽ മോക്ക് പ്രാക്ടീസ് നമ്മൾ കളയും, ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു കൃത്യനിഷ്ഠ ഇല്ലാതെ നമ്മൾ പഠിച്ചു പോകും. ഇങ്ങനത്തെ കുറേ മിസ്റ്റേക്സ് നമ്മൾ ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കോമൺ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു 10 മെത്തേഡ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമിനകത്ത് സക്സസ് കണ്ടെത്താൻ പറ്റും. ഇനി എക്സാം ഡേ സ്ട്രാറ്റജി. എന്താണ് എക്സാം ഡേ സ്ട്രാറ്റജി? എക്സാം ഡേ സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പരീക്ഷ ഹോളിൽ കയറുന്നു, ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ ബുക്ക് വായിക്കുന്നു, ബുക്ക് വായിച്ചുകൊണ്ടേയിരിക്കുന്നു, സാറ് ക്ലാസ്സിൽ കയറി വരുന്നു, ബുക്ക് അടയ്ക്കാൻ പറയുന്നു, അല്ലെങ്കിൽ ബെൽ റിങ് ചെയ്തു, നമ്മൾ അടച്ചു കൊണ്ടുവച്ചു. റൈറ്റ്, ഇങ്ങനെ കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഒരു പ്രോബ്ലം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് റിലാക്സേഷൻ ടൈം കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ അതിനൊരു ടൈം കിട്ടും. ഇതൊരു കോമൺ ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ പരീക്ഷ ഹോളിന് കയറുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ബുക്ക് അടച്ചു വെക്കണം. ഇങ്ങനെ ബുക്ക് അടച്ചു വെക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കലി നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ബുക്ക് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു 5 മിനിറ്റ് ഒന്ന് വായിക്കുക, മൊത്തത്തിലൊന്ന് വായിക്കുക. വായിച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നിങ്ങൾക്ക് ഈസി എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം നിങ്ങൾ എഴുതുക. ഓക്കെ, എഴുതി തുടങ്ങി ആ ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്ത് വായിച്ച് കൃത്യമായിട്ട് ഉത്തരം എഴുതുക. അങ്ങനെ എഴുതി ഒരു 80 മിനിറ്റിൽ നിങ്ങളിത് നിർത്തിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഞാൻ എഴുതിയത് ശരിയാണോ എന്നുള്ളത് ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. കഴിയുന്നതും നെഗറ്റീവ് മാർക്കിംഗ് വരാത്ത രീതിക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അറിയാമെന്നുള്ളത് മാത്രം, അറിയാമെന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ പറ്റുമോ, ഏതൊക്കെ രീതിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അത് മാത്രം എഴുതിയാൽ മതി. കിട്ടുന്നതിന് നെഗറ്റീവ് വേണ്ട. ഇത് ഫോളോ ചെയ്ത് പോവുക. ഇനി നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ഇതിലേക്ക് ഫ്രണ്ടിലോട്ട് വരും. എപ്പോഴും പറയത്തില്ലേ, പ്രാക്ടീസ് കീപ്സ് എ മാൻ മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ളതാണ്. അപ്പോൾ എത്ര നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, ഒരു കാര്യത്തെക്കുറിച്ച് എത്ര നിങ്ങൾക്ക് തറവ് ചെയ്യാൻ പറ്റും, എത്ര മോക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റും, എത്ര എനിക്ക് സിലബസിനകത്ത് തറവ് നോളേജ് കിട്ടും, എത്രത്തോളം എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ബേസിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ബേസിക്സ് ആദ്യം സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മെയിൻ സബ്ജക്ട്സിലോട്ട് വരിക. അതിനുശേഷം നിങ്ങൾ അഡ്വാൻസ് ലെവൽ ക്ലാസ്സസിലോട്ട് അറ്റൻഡ് ചെയ്യണം. ഇതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ
ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ് അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വന്ന് ചെയ്യും. ഓക്കെ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം കിട്ടിയാൽ ഞാൻ വന്ന് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട ടിപ്സും കാര്യങ്ങളും എല്ലാം തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ചാൽ നന്നായിരിക്കുമോ, ഏത് രീതിക്ക് പോകണം, എൻ്റെ കരിയർ എങ്ങനെ മോൾഡ് ചെയ്യണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻറ്റർഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. ഓക്കെ, താങ്ക് യു.